ജൂൺ 25, 2009 മുഴുവൻ ഇന്റർനെറ്റിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് മൈക്കൽ ജാക്സൺ വിടവാങ്ങിയ ദിനം. ഇന്റർനെറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഗൂഗിൾ ക്രാഷുകളിൽ ഒന്നായി ഇടം പിടിച്ച ദിനം. അക്യൂട്ട് പ്രൊപ്പഫോൾ ആൻഡ് ബെൻസോഡയാസിപൈൻ ഇൻടോക്സിക്കേഷൻ എംജിയുടെ മരണത്തിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങി. എംജിയുടെ പേഴ്സണൽ ഡോക്ടറായ കോൺറാഡ് മുറയെ ഇൻവോളണ്ടറി മാൻസ്ലോട്ടറിന് 4 വർഷത്തേക്ക് കോടതി ശിക്ഷിക്കുകയും ചെയ്തു. കാലിഫോർണിയയിലെ ജയിലുകളിൽ പ്രിസണേഴ്സിനെ കൊണ്ട് ഓവർ ക്രൗഡഡ് ആയതുകൊണ്ടും ഡോക്ടർ മുറയുടെ സ്വഭാവം നല്ലതെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടും 2 വർഷത്തിന് ശേഷം ഡോക്ടർ കോൺറാഡ് മുറയെ ജയിലിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു. കോൺറാഡ് മുറയുടെ മെഡിക്കൽ ലൈസൻസ് അമേരിക്ക നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. പോസ്റ്റ് വിസ്പറർ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. വളരെ ഫൺ, എന്റർടൈനിങ്, ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇതെന്നുള്ളത്. ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു എന്റർടൈനിങ് ആപ്ലിക്കേഷൻ ആണ് ഗോസ്റ്റ് വിസ്പറർ എന്നുള്ളത്. സ്പിരിറ്റ് ഹണ്ടിംഗ് ആപ്സിൽ ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഗോസ്റ്റ് വിസ്പറർ എന്നുള്ളത്. വളരെ മികച്ച യൂസർ എക്സ്പീരിയൻസ് ആണ് ആപ്പിന്റേത്. ഇലുമിനാറ്റി റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത് മൈക്കൽ ജാക്സനെ ഇലുമിനാറ്റികൾ കൊന്നു എന്നുള്ളത് തന്നെയാണ്. എവിടെ, എങ്ങനെ, എന്തിന്? കുട്ടിക്കാലത്ത് തന്നെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ പോപ്പ് താരമാണ് MJ എന്നുള്ളത്. സംഗീത ലോകം ഇലുമിനാറ്റികളുടെ പിടിയിലാണെന്നും ലോകം നിയന്ത്രിക്കുന്നത് ചില അജ്ഞാത അദൃശ്യമായ ശക്തികളാണെന്നും MJ പറഞ്ഞു തുടങ്ങിയെന്നും ഇലുമിനാറ്റികളെ കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ തുനിഞ്ഞ MJയെ ഇലുമിനാറ്റികൾ കൊന്നു എന്നുമാണ് ഇലുമിനാറ്റി റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. സാത്താൻ സേവക്കാരായ ലൂസിഫറിനെ ആരാധിക്കുന്ന ഒരു വലിയ ആന്റി ക്രൈസ്റ്റ് മൂവ്മെന്റ് ഉൾപ്പെടുന്ന ഇലുമിനാറ്റി സംഘടന നേതാക്കന്മാരെ മുൻനിർത്തി ഈ ലോകം ഭരിക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള തിയറികളാണ് ഇവയുടെ അടിസ്ഥാനം എന്നുള്ളത്. 1996 പുറത്തിറങ്ങിയ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന MJയുടെ പാട്ട് ഇലുമിനാറ്റികളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി MJ നടത്തിയ ഒരു ശ്രമമാണെന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ ലിറിക്സും കമ്പോസിംഗും ഉൾപ്പെടെയുള്ളവയെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് MJ തന്നെയാണ്. ഇതിന്റെ ബ്രസീലിയൻ വെർഷനിൽ ഇലുമിനാറ്റി സംഘടനകളെ സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഫ്രെയിം ബൈ ഫ്രെയിം MJ ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. യൂട്യൂബിൽ ഇന്നും ഈ കാലത്തും 120 കോടിയിലധികം ആൾക്കാർ കണ്ടിരിക്കുന്ന ഈ ഗാനത്തിന് ഒരിക്കലും മരണവുമില്ല. ഗാനത്തിന്റെ 49ാമത്തെ സെക്കൻഡിൽ MJയുടെ ഇടതുവശത്ത് ചുമരിൽ ഒരു കണ്ണ്, ഒരു ട്രയാങ്കിൾ നമുക്ക് കാണാൻ കഴിയും. 1 മിനിറ്റ് 5 സെക്കൻഡിൽ MJയുടെ ഇടതുവശത്ത് ഒരു ഒറ്റ കണ്ണിനെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ MJ വിൽ മീ, ത്രിൽ മീ, യു ക്യാൻ നെവർ കിൽ മീ എന്ന് വിളിച്ചു പറയുന്നുമുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇലുമിനാറ്റികളെയാണെന്നാണ് ഇലുമിനാറ്റി റിസർച്ചേഴ്സ് വാദിക്കുന്നത്. ഇനി MJയുടെ കോസ്റ്റ്യൂംസ് നോക്കാം. പീസിന്റെ സിമ്പൽ, ഒളൂടം എന്ന വാക്ക് ഒക്കെ MJയുടെ വസ്ത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പീസിന്റെ സിമ്പൽ എന്നുള്ളത് ഒരു ആന്റി ക്രൈസ്റ്റ് സിമ്പൽ ആണെന്ന് വാദിക്കുന്നവരുണ്ട്. അതായത് ദ ഇൻവേർട്ടഡ് ക്രോസ് തിയറി. സൂക്ഷിച്ചു നോക്കിയാൽ തല തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കുരിശിന്റെ ആകൃതി ഒരു വട്ടത്തിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും. അതൊരു പൂർണ്ണ രൂപത്തിലെ കുരിശല്ല, പക്ഷേ നശിക്കപ്പെട്ട കുരിശിനെ അത് സൂചിപ്പിക്കുന്നു. കുരിശിനെ തലതിരിച്ച് പിടിക്കുന്നത് സാത്താൻ സേവക്കാരാണ്. സോ ഇതൊരു ആന്റി ക്രൈസ്റ്റ് സിംബലായി കണക്കാക്കപ്പെടുന്നു. ഇനി എന്താണ് ഒളോഡോം? ഈ ചുറ്റും നിന്ന് ഡ്രമ്മിംഗ് ചെയ്യുന്ന ഗ്രൂപ്പാണ് അതെന്നുള്ളത്. സാൽവഡോറിലുള്ള ആഫ്രോ ബ്രസീലിയൻ കൾച്ചറൽ ഗ്രൂപ്പാണ് അതെന്നുള്ളത്. MJയുടെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന ഗാനത്തിൽ വലിയൊരു പ്രസൻസ് അവർക്കും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒളോഡം എന്ന വാക്കിന് ഒരു ഡീപ്പ് മീനിങ് ഉണ്ട്. ആഫ്രിക്കയിലെ യോറൂബ എന്ന റിലീജിയനിൽ ദൈവത്തെയാണ് ഒളോഡമരെ എന്ന് വിളിക്കുന്നത്. ഈ വാക്കിൽ നിന്നാണ് ഒളോഡം എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. ഒളോഡുമരെ എന്നതിന്റെ അർത്ഥം സുപ്രീം ഡൈറ്റി, ക്രിയേറ്റർ ഓഫ് യൂണിവേഴ്സ് എന്നൊക്കെയാണ്. അതായത് ക്രിസ്ത്യാനിറ്റിയിലെ ഏകദൈവ വിശ്വാസത്തോട് ഇതിന് സാമ്യമുണ്ട്. സാത്താന്റെ സിംബലിന് അടുത്ത് തന്നെയാണ് ഒളോഡം എന്ന വാക്ക് MJ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ചില ഫ്രെയിമുകളിൽ ഈ സിംബൽ വലിച്ചു കീറിയതായി നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഒളോഡം എന്ന വാക്കിന് ഒരു പോറൽ പോലും ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഇതിനർത്ഥം എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നത് അടുത്ത എപ്പിസോഡിലായിരിക്കും.